ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുപോൾ. മക്കളെ, നമ്മുടെ സോഷ്യോളജിയിൽ എന്തായാലും ഈ എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ? ഒരു 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടം ലൈക്ക് അടിക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നമ്മുടെ എജുപോട്ട് ഒരു മെഗാ ഓഫറും കൂടെ വന്നിട്ടുള്ളത്. നമ്മുടെ ബൂസ്റ്റർ ബാച്ച് എല്ലാവരും ജോയിൻ ചെയ്തല്ലോ, സെറ്റാണല്ലോ അല്ലേ? 1,999 ആണ് ഈടാക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ദെൻ കമൻറ്റ് ബോക്സിൽ എന്തുണ്ടാകും, 2 ലിങ്ക് കാണുന്നതിൽ ഒന്ന് നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൻ്റെ ലിങ്കാണ്. ആ ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് ആ ഗൂഗിൾ ഫോം മാത്രം ഒന്ന് ഫിൽ ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾ ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക, 1,999 നിങ്ങൾക്ക് അഫോർഡബിൾ ആയിരിക്കും. അപ്പോൾ എന്നിട്ട് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ദെൻ ഇതൊരു പബ്ലിക് എക്സാം റിവിഷൻ ബാച്ചും കൂടെയാണ്. ഓക്കെ, മാത്രമല്ല ബൂസ്റ്റർ ബാച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ കിട്ടിയ ഒരു ബാച്ചും കൂടിയാണ് ഇത് ബൂസ്റ്റർ ബാച്ച്. ഓക്കെ, ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്, പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ദെൻ നിങ്ങൾ കരുതുന്നുണ്ടാകും ഈ പകുതിക്ക് നിന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റേഴ്സ് കിട്ടുമോ എന്നുള്ളത്. കിട്ടും ഫുൾ ചാപ്റ്റർ നിങ്ങൾക്ക് ആക്സസ് ലഭിക്കുന്നതാണ്. ദെൻ നമ്മുടെ ഫെബ്രുവരി 1st വീക്ക് ആകുമ്പോഴേക്കും നമ്മൾ സിലബസ് പ്രകാരമുള്ള ഓൾ ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതാണ്. ദെൻ ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും റിവിഷൻ ആൻഡ് മോഡൽ എക്സാം, അതിനുള്ള 3 സെറ്റ് ഓഫ് എക്സാംസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ദെൻ സബ്ജക്റ്റ് വൈസ് ക്ലബും കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആൻഡ് പേഴ്സണൽ മെൻറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ദ ലാസ്റ്റ് വൺ ഈസ് എന്താ നമുക്ക് വേണ്ട, ഫുൾ മാർക്കാണ് അല്ലേ? സോഷ്യോളജി ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസിലെ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് എന്താണ്, ഫുൾ മാർക്കാണ്, A+ ആണ് വേണ്ടത്. അപ്പം എന്താ ചെയ്യുക, ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ദെൻ നമുക്ക് 2 ലിങ്ക് ഉണ്ട് കമൻറ്റ് ബോക്സിന് മുകളിൽ. ഒന്ന് ബൂസ്റ്റർ ബാച്ചിലെ ലിങ്കാണ്, മറ്റൊന്ന് +1 ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിലും ജോയിൻ ചെയ്യുക. അത് ജോയിൻ ചെയ്താൽ മാത്രമേ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന നോട്ട്സ് ആയിക്കോട്ടെ, ദെൻ ലൈവ് ലിങ്ക്, ദെൻ സോഷ്യോളജിയുടെ ഓരോ ചാപ്റ്റേഴ്സും വളരെ സൂക്ഷ്മമായി തയ്യാറാക്കിയ മൈക്രോ ബിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദെൻ ഒരു ഡെയിലി ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ഡൗട്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ അത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, പ്രധാനമായിട്ടും ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള 2 മാർക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് പൊളിറ്റിക്കൽ സോഷ്യോളജി. അറിയാലോ എന്താണ് പൊളിറ്റിക്കൽ സോഷ്യോളജി? നോക്കാം. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി ദാറ്റ് സ്റ്റഡീഡ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ society and politics. It examines how social group, institutions, power, authority and social inequalities influence political system and പ്രോസസ്സ്. അപ്പോൾ രാഷ്ട്രീയ സമൂഹശാസ്ത്രം എന്ന് പറയുമ്പോൾ അവിടെ എന്താ പഠിക്കുന്നത് അറിയാലോ? യെസ്, സമൂഹവും രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു ബന്ധം പഠിപ്പിക്കുന്ന ഒരു സാമൂഹ്യശാസ്ത്ര ശാഖയാണ് ഇത് പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത്. ദെൻ സാമൂഹിക ഘടനകൾ, ദെൻ സമൂഹത്തിലുള്ള അധികാര ശ്രേണികൾ, അധികാര ബന്ധങ്ങൾ, സാമൂഹിക അസമത്വങ്ങൾ എന്നിവ രാഷ്ട്രീയ സംവിധാനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജിയിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പം നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ടോപ്പിക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിലുള്ള സോഷ്യോളജിയും സോഷ്യൽ സയൻസുമായിട്ടുള്ള പല ബ്രാഞ്ചസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ദെൻ വാട്ട് ഈസ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി? നോക്കാം. സോഷ്യോളജി ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി, സോഷ്യൽ റിലേഷൻഷിപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ പ്രോസസ്. ഇവിടെ നമ്മൾ എന്താണ്, സമൂഹം, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക പ്രക്രിയകൾ എന്നിവയുടെ ശാസ്ത്രീയമായ പഠനമാണ് എന്തെന്ന് പറയുന്നത് സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി. ഓക്കെ, എന്നാൽ സൈക്കോളജി എന്താണ്? ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. ഇറ്റ് ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ ബിഹേവിയർ, ദെൻ മെൻ്റൽ പ്രോസസ്, ഇമോഷൻസ്, ഇൻ്റലിജൻസ്, ലേണിംഗ് ആൻഡ് പേഴ്സണാലിറ്റി. ഇപ്പോൾ സൈക്കോളജിയിൽ ഒരു വ്യക്തിയുടെ കാര്യങ്ങളാണ് എന്ത് ചെയ്യണത്, ഫോക്കസ് ചെയ്യണത്. എന്നാൽ സോഷ്യോളജി അങ്ങനെയാണോ? സൊസൈറ്റി
സൊസൈറ്റിയിലുള്ള ഒരു ഗ്രൂപ്പ്, ഒരുപാട് വ്യക്തികളുടെ അവൻ്റെ ഇമോഷന്, അവൻ്റെ മെൻ്റൽ പ്രോസസ്സ്, അവൻ്റെ ഇൻ്റലിജൻസ്, ബിഹേവ്, ലേണിംഗ് ആൻഡ് പേഴ്സണാലിറ്റി കാര്യങ്ങളൊക്കെ എന്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്? സോഷ്യോളജി അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഉദ്ദേശം മനസ്സിലായല്ലോ? യെസ്. ദെൻ ഡിഫറൻസ് നമുക്ക് നോക്കാം. സോഷ്യോളജി സ്റ്റഡീഡ് സൊസൈറ്റി ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ, will psychology studied individual behavior, and sociology emphasize social forces and institutions. Then whereas psychology emphasize mental process and individual experience. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോന്നും പഠിച്ചു വെക്കുക. ഓക്കെ, സോഷ്യോളജി എന്ത് ചെയ്യണം? സമൂഹത്തെയും തന്നെ സമൂഹത്തിൽ ഗ്രൂപ്പ് പെരുമാറ്റത്തെയും അത് പഠിക്കുന്നുണ്ട്. അതേസമയം മനഃശാസ്ത്രം ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ മാത്രമാണ് അവിടെ പഠിക്കുന്നത്. ആ ഡിഫറൻസ് മനസ്സിലായല്ലോ? യെസ്. ദെൻ സാമൂഹ്യശാസ്ത്രം സാമൂഹിക ശക്തികളെയും സ്ഥാപനങ്ങളെയും ഊന്നി പറയുന്നു. അതേസമയം മനഃശാസ്ത്രം മാനസിക പ്രക്രിയകളെയും വ്യക്തിഗത അനുഭവങ്ങളെയുമാണ് അത് ഊന്നി പറയുന്നത്. ദെൻ എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ വ്യാപ്തി വിശദീകരിച്ച വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അറിയാലോ? സ്റ്റഡി ഓഫ് social relationship, study of social institution, study of social process, and study of social change. Last one is the study of social problems. അപ്പോൾ സോഷ്യോളജിയുടെ സ്കോപ്പ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, ഹൗ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് യുവർ ലൈഫ്. ഇവിടെ എന്താണ്? സമപ്രായക്കാർ നിങ്ങളുടെ ജീവിതത്തെ, അല്ലെ പിയർ ഗ്രൂപ്പ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നോക്കാം. ദെൻ ഒന്നെന്താണ്? ബിഹേവിയറൽ ആറ്റിറ്റ്യൂഡാണ്, അല്ലെ പെരുമാറ്റ മനോഭാവം നമുക്ക് നോക്കാം. ദെൻ സ്ഥിരമായ ഇടപെടലുകളും അനുകരണവും വഴി പെരുമാറ്റവും മനോഭാവങ്ങളും രൂപപ്പെടുന്നു. ദെൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ്, വ്യക്തിത്വ വികസനമാണ്. ഇവിടെ സമപ്രായക്കാരുടെ ഗ്രൂപ്പുമായുള്ള ഇടപെടൽ, ആത്മവിശ്വാസം, സ്വതന്ത്രത, നേതൃഗുണങ്ങൾ, തീരുമാനമെടുക്കുവാനുള്ള കഴിവ് എന്നിവ വളർത്തുവാൻ അത് സഹായിക്കുന്നുണ്ട്. ദെൻ എഡ്യൂക്കേഷണൽ ഇൻഫ്ലുവൻസ് ആണ്, വിദ്യാഭ്യാസപരമായിട്ടുള്ള സ്വാധീനം നമുക്ക് നോക്കാം. ഇവിടെ പഠനത്തിൽ ഉത്സാഹം നൽകുകയോ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? നെഗറ്റീവായിട്ട് ബാധിക്കുക, അല്ലെ പഠനത്തിൽ നിന്നും വഴിതിരിപ്പിക്കുകയോ ചെയ്ത് പിയർ ഗ്രൂപ്പുകൾക്ക് കഴിയും. ദെൻ ലൈഫ് സ്റ്റൈൽ ആൻഡ് വാല്യൂസ് നോക്കാം. ജീവിതശൈലിയും മൂല്യങ്ങളും. ഇവിടെ വേഷം, ഭക്ഷണശീലം, ഭാഷ, ജീവിതശൈലി എന്നിവയിൽ പിയർ ഗ്രൂപ്പുകളുടെ സ്വാധീനം എന്താണ്? വ്യക്തമാണ്. ഓക്കെ. ദെൻ ഇമോഷണൽ സപ്പോർട്ട് നോക്കാം. മാനസിക പിന്തുണ. ഫോർ എക്സാമ്പിൾ സൗഹൃദം, മാനസിക പിന്തുണ, ചേർന്നിരിക്കുന്നതിൻ്റെ ബോധം എന്നിവ നൽകുന്നതിലൂടെ ഒരു ഏകാന്തത കുറയ്ക്കുവാൻ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് സോഷ്യൽ സ്കില്ലാണ് നോക്കാം. സാമൂഹിക കഴിവുകൾ. ദെൻ സഹകരണം, പൊരുത്തപ്പെടൽ, ആശയവിനിമയം, സംഘർഷ പരിഹാരം തുടങ്ങിയ സാമൂഹിക കഴിവുകൾ പഠിക്കുവാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പിയർ ഗ്രൂപ്പിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് നമുക്ക് എഴുതാം, നെഗറ്റീവായിട്ടും അത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്കതിന് ആൻസർ എഴുതാവുന്നതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റസ് ആൻഡ് റോൾ? ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നോക്കാം. എന്താണ് സ്റ്റാറ്റസ്? അറിയാലോ, ഒരാൾ സമൂഹത്തിൽ കഴിവരിക്കുന്ന പദവിയാണ് എന്തെന്ന് സൂചിപ്പിക്കുന്നത്? സ്റ്റാറ്റസ്. അത് ചിലപ്പോൾ ആ വ്യക്തി പഠനങ്ങളിലൂടെ നേടിയെടുത്തതായിരിക്കാം. ഒരുപാട് പരീക്ഷകളിലൂടെ അല്ലെ വിജയിച്ച് നേടിയെടുത്തതായിരിക്കാം. ഫോർ എക്സാമ്പിൾ ടീച്ചർ, ദെൻ ഡോക്ടർ, അതുപോലെ മദർ, സ്റ്റുഡൻറ്റ്. ഇവരൊക്കെ സൊസൈറ്റിയിൽ ഓരോ റോളുകൾ ഓരോ സ്റ്റാറ്റസ് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. നെക്സ്റ്റ് റോളാണ്. എന്താ റോള്? നോക്കാം.
പദവിക്കനുസരിച്ച് വ്യക്തിയിൽ നിന്ന് അല്ലെ, ഒരു പദവി ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളുണ്ട്, ആ ആളിൽ നിന്നും എന്ത് സൊസൈറ്റി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? അധ്യാപകൻ അല്ലെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യണം അല്ലെ, പഠിപ്പിക്കണം അല്ലെ, അത് ആ ടീച്ചർ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ്. ദെൻ വിദ്യാർത്ഥി എന്ത് ചെയ്യണം? പഠിക്കണം. ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. എന്താണോ പഠന കാര്യങ്ങൾ അത് പഠിക്കുക തന്നെ ചെയ്യണം. ദെൻ നെക്സ്റ്റ് ആണ്, വാട്ട് ഈസ് ദ ഓറിയന്റേഷൻ ഫാമിലി ആൻഡ് പ്രോക്രിയേഷൻ ഫാമിലി? ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കാം, എന്താണ് ഫാമിലി ഓഫ് ഓറിയന്റേഷൻ? ഇവിടെ ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തി ജനിക്കുന്ന കുടുംബമാണ് എന്ത്? ഇപ്പം നമ്മളൊക്കെ ജനിക്കുന്ന ഒരു കുടുംബം ഇല്ലേ, അതാണ് നമ്മുടെ ഓറിയന്റേഷൻ ഫാമിലി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നിവരാണ് ഇതിലെ പ്രധാന അംഗങ്ങൾ. വ്യക്തിയുടെ സാമൂഹികരണത്തിലും മൂല്യങ്ങൾ രൂപപ്പെടുത്തുന്നതിലും ഈ കുടുംബത്തിന് പ്രധാന പങ്കുണ്ട്. മറ്റൊന്ന് ഫാമിലി ഓഫ് പ്രോക്രിയേഷൻ ആണ്. ഇവിടെ എന്താണ്? ഇപ്പോൾ വിവാഹബന്ധത്തിന് ശേഷം ഒരു വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്ന കുടുംബമാണ് ഏത്? പ്രോക്രിയേഷൻ ഫാമിലി എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഭർത്താവ് അല്ലേ, ഭാര്യ, കുട്ടികൾ എന്നിവരാണ് അതിൽ പ്രധാനപ്പെട്ട അംഗങ്ങൾ. ഇത് വിവാഹബന്ധത്തിലൂടെ നമുക്ക് ഈ ഒരു ഫാമിലി ലഭിക്കുകയുള്ളൂ. ദെൻ സന്താനോൽപാദനവും കുട്ടികളുടെ വളർത്തലും ഇതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം, വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്? നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സോവറിനിറ്റി ആണ്, പരമാധികാരം. ദെൻ സിറ്റിസൺഷിപ്പ്, പൗരത്വം. ഐഡിയാസ് ഓഫ് നാഷണലിസം, ദേശീയതയുടെ ആശയങ്ങൾ. ഗവൺമെൻറ്, സർക്കാർ. ഇത് ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കൽ എന്താണ്? ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ ഒക്കെ 2 മാർക്കിനോ അല്ലെങ്കിൽ 3, 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പം എന്ത് ചെയ്യുക? എന്താണ് സോവറിനിറ്റി, എന്താണ് ഗവൺമെൻറ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ഈസ് എ വെൽഫെയർ സ്റ്റേറ്റ്? അറിയാലോ, എന്താണ് ക്ഷേമം? നോക്കാം. എ വെൽഫെയർ സ്റ്റേറ്റ് ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ഗവൺമെൻറ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദി social and economic well-being of its citizens by providing basic services such as education, healthcare, social security, employment support and protection to the poor and vulnerable. ഓക്കെ, പൗരന്മാരുടെയും സാമൂഹികവും സാമ്പത്തികവുമായ ക്ഷേമത്തിന് സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന രാഷ്ട്രമാണ് ഏത് പറയുന്നത്? ക്ഷേമരാഷ്ട്രം അല്ലെങ്കിൽ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസമായിക്കോട്ടെ, അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യ സുരക്ഷ, തൊഴിൽ സഹായം, ദുർബല വിഭാഗം, സാമൂഹികമായും സാമ്പത്തികപരമായിട്ടും ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന കുറച്ച് വിഭാഗങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അവരുടെ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന സേവനങ്ങൾ ആര് നൽകുന്നുണ്ട്? സർക്കാർ നൽകുന്നുണ്ട്. അപ്പോൾ വെൽഫെയർ സൊസൈറ്റി എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്? എന്തൊക്കെയാണ്? ഒന്ന് നോക്കാം. ഡിഫൈനൈറ്റ് ടെറിട്ടറി അല്ലേ, എന്തായിരിക്കും? ഒരു നിശ്ചിത ഭൂപ്രദേശം ഉണ്ടായിരിക്കും. ഇവിടെ ഒരു ആധുനിക രാഷ്ട്രത്തെ പരമ്പരാഗത ഭരണ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ചില പ്രധാന സവിശേഷതകൾ ഒന്നെന്താണ്? നിശ്ചിത ഭൂപ്രദേശം. ഇപ്പോൾ ഒരു ആധുനിക രാഷ്ട്രത്തിന് വ്യാപകമായി നിർവചിച്ച ഒരു അതിർത്തികൾ കൂടിയ ഒരു പ്രദേശം അതിന് ഉണ്ടായിരിക്കും. ദെൻ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിലോ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ആ നിശ്ചിതമായിട്ട് ലഭിച്ച അതിർത്തിക്കുള്ളിൽ സ്ഥിരമായി താമസിക്കുന്ന ജനങ്ങളെയാണ് എന്ത്? രാഷ്ട്രത്തിൻ്റെ ഭാഗമായിരിക്കും. നെക്സ്റ്റ് സോവറിനിറ്റി ആണ് അല്ലേ, പരമാധികാരം. നോക്കുമ്പോഴോ, ഇപ്പോൾ ആഭ്യന്തര കാര്യങ്ങളിൽ പരമാധികാരവും ബാഹ്യ നിയന്ത്രണങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യവും രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കും. ദെൻ ഗവൺമെൻറ് ആൻഡ് ലോ ആണ്, ഭരണകൂടവും നിയമവും നമുക്ക് നോക്കാം. ദെൻ നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന
ക്രമബന്ധമായ ഭരണകൂടമാണ് ആധുനിക രാഷ്ട്രത്തിന് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക കേട്ടോ. ഇതന്നെ വേണമെന്ന് ഞാൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അറിയാവുന്നത് അത് നിങ്ങൾ എഴുതാം. നെക്സ്റ്റ്, വാട്ട് ഈസ് എ കൾച്ചറൽ ചേഞ്ച് ആണ്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയുടെ പേര് അറിയാതെ സോഷ്യോളജിസ്റ്റ് ആണ് വില്യം എഫ് ഒക്ബേൺ. ഓക്കെ, പഠിച്ചു വെക്കുക. ഓക്കെ, then cultural lag refers to the situation where നോൺ മെറ്റീരിയൽ കൾച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്? വാല്യൂസ് ഉണ്ട്, ബിലീഫ്സ് ഉണ്ട്, നോംസ് ഉണ്ട്, ലോസ് ഉണ്ട്, ട്രഡീഷൻസ് ഉണ്ട്. ഓക്കെ, അത് ഫെയിൽ ടു കീപ് പേസ് വിത്ത് ചേഞ്ചസ് ഇൻ മെറ്റീരിയൽ കൾച്ചർ. ഏതൊക്കെയാണ്? ടെക്നോളജിയോ അല്ലെങ്കിൽ ഇൻവെൻഷനോ. ഓക്കെ, ആസ് എ റിസൾട്ട് സോഷ്യൽ പ്രോബ്ലം ആൻഡ് കോൺഫ്ലിക്റ്റ് മേ അറൈസ്. ഇവിടെ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നോൺ മെറ്റീരിയൽ കൾച്ചറിൽ ഉൾപ്പെടുന്ന ഉണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് ഓക്കെ മെറ്റീരിയൽ കൾച്ചറിൽ ഉണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്തുണ്ടാവില്ല? വേഗത്തിൽ അവിടെ ഒരു മാറ്റം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ വേഗത്തിൽ മാറുന്നവയും വേഗത്തിൽ മാറാത്ത ആ ഒരു കൾച്ചറും തമ്മിൽ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ടാകും. ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ഒരു ടേം കൊണ്ടുവന്ന വ്യക്തിയുടെ പേരാണിത്, വില്യം എഫ് ഒക്ബേൺ. ആ പേര് പഠിച്ചു വെക്കുക, വൺ വേർഡൊക്കെ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, വാട്ട് ഈസ് എ മീൻ ബൈ ട്രയാങ്കുലേഷൻ? എന്താണ് ത്രികോണാത്മകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നോക്കാം. യൂസിങ് മോർ ദാൻ വൺ റിസർച്ച് മെത്തേഡ് ഈസ് കോൾഡ് ട്രയാങ്കുലേഷൻ. ഇറ്റ് ഹെൽപ്പ് ടു ലുക്ക് അറ്റ് എ സബ്ജക്റ്റീവ് ഫ്രം മെനി ആംഗിൾ. ഇവിടെ ഒരു ഗവേഷണം നടത്തുകയാണെങ്കിൽ ആ ഗവേഷണത്തിനായി ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രികോണാത്മകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഡിഫറെൻറ്റ് ആംഗിൾ നമ്മളതിനെ നോക്കിക്കാണുക ചെയ്യും. നെക്സ്റ്റ്, വാട്ട് ഈസ് സർവേ മെത്തേഡ് ഫോർ സോഷ്യോളജിക്കൽ റിസർച്ചിലെ ഒരു സർവേ രീതി എന്താണ്? ഇവിടെ ഒരു സർവേ നമ്മൾ എങ്ങനെ കണക്കിലെടുക്കുക നോക്കാം. നിരവധി ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സമൂഹശാസ്ത്ര ഗവേഷണ രീതിയാണ് ഇത് പറയുന്നത് സർവേ രീതി അല്ലെങ്കിൽ സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് എന്തൊക്കെ? ഒന്നുകിൽ ക്വസ്റ്റ്യനേഴ്സ്, ഇൻ്റർവ്യൂ, ദെൻ ഓൺലൈൻ ഫോം ഉപയോഗിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും സർവേകൾ നടത്താറുള്ളത്. ഇവിടെ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ പഠിക്കാൻ സഹായിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്, ഒരു സർവേ മെത്തേഡ്. ദെൻ മെയിൻ ടൂൾസ് നമുക്ക് നോക്കാം. ഒന്നെന്താണ്? ക്വസ്റ്റ്യനെയർ ആണ്, ഇൻ്റർവ്യൂ, ഷെഡ്യൂൾ ആൻഡ് ഒബ്സർവേഷൻ. അപ്പോൾ ഈ 4 ടൂൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് അലൈനേഷൻ? എന്താണ് അന്യവൽക്കരണം? നോക്കാം. ഇവിടെ ഈ ഒരു ടേം, ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയാണ് മാക്സ് കേട്ടോ. അപ്പോൾ മാക്സിൻ്റെ പേര് ഒരിക്കലും മറക്കരുത്, വൺ വേർഡ് പ്രതീക്ഷിക്കാം. ഇവിടെ അന്യവൽക്കരണം എന്നാൽ എന്താണ്? ഒരു വ്യക്തി തൻ്റെ ജോലി, ആ വ്യക്തി ഉൾപ്പെടുന്ന സമൂഹം അല്ലെങ്കിൽ സ്വന്തം സ്വയംബോധം എന്നിവയിൽ നിന്നും അകന്ന് പോവാൻ തോന്നുന്നൊരവസ്ഥയല്ലേ, അതിനെയാണ് നമ്മൾ അന്യവൽക്കരണം അല്ലെങ്കിൽ അലൈനേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ മാക്സിൻ്റെ അഭിപ്രായത്തിൽ തൊഴിലാളികൾക്ക് ഉൽപാദന പ്രക്രിയയിലും അവർ നിർമ്മിക്കുന്ന വസ്തുക്കളിലും നിയന്ത്രണമില്ലാതെ വരുമ്പോൾ അവർക്ക് നിരാശ, അസഹായത, ഒറ്റപ്പെട്ട നില എന്നിവ അനുഭവപ്പെടാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആൻഡ് ജെൻട്രിഫിക്കേഷൻ. അപ്പോൾ ആരാണ് ബന്ധിത സമുദായങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? ഇപ്പോൾ സമ്പന്നമായ കുടുംബങ്ങളിലെ വീടുകൾ എന്തായിരിക്കും? വലിയ ഗേറ്റ് വെച്ച് അതിനെ സംരക്ഷിക്കുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അകത്തോട്ട് പോകാനോ പുറത്തേക്ക് വരാനോ നിയന്ത്രിതമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഇങ്ങനെ ജീവിക്കുന്ന സമുദായങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗേറ്റഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബന്ധിത സമുദായങ്ങൾ എന്ന് വിളിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ നഗരങ്ങളിലുള്ള ഫ്ലാറ്റ്, വില്ലൊക്കെ അറിയാലോ, ഇതിനൊക്കെ ഇതുപോലെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ജെൻട്രിഫിക്കേഷൻ ആണ്, കുലീനവൽക്കരണമാണ്. നോക്കാം.
താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു സമൂഹം മധ്യവർഗമായോ ഉപരിവർഗമായോ പരിവർത്തനം ചെയ്യുന്നതിനെയാണ് നമ്മൾ കുലീനവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ നഗരപ്രദേശങ്ങളിൽ കാണുന്ന പ്രതിഭാസമാണ് ഏത്? ജെൻട്രിഫിക്കേഷൻ. Okay, next is the important topic, the difference between environmental problem and social problem. അറിയാലോ എന്താണ് environmental problem, എന്താണ് social problem, ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. Environmental problems are issue related to nature and the physical environment such as pollution, deforestation and climate change. They mainly affect air, water, land, plants and animals and disturb the ecological balance. ഇപ്പോൾ ഒരു പരിസ്ഥിതി പ്രശ്നം എന്ന് പറയുമ്പോൾ എന്താകും? പ്രകൃതിയുമായും ഭൗതിക പരിസ്ഥിതിയുമായും ബന്ധപ്പെട്ട പ്രശ്നമാണ് ഏത്? പാരിസ്ഥിതിക പ്രശ്നം. ഫോർ എക്സാമ്പിൾ, ഒരു മലിനീകരണം നടന്നാലേ പരിസ്ഥിതി പ്രശ്നമാണ്. വനനശീകരണം, കാലാവസ്ഥാ വ്യതിയാനം, ആ പ്രധാനമായിട്ടും കൂടുതൽ എഫക്റ്റ് ചെയ്യല് വായു, ജലം, ഭൂമി, സസ്യങ്ങളെ, മൃഗങ്ങളെ എന്നിവയെ ബാധിക്കുകയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തകർക്കുകയും അത് ചെയ്യുന്നു. നെക്സ്റ്റ്, എന്താണ് സോഷ്യൽ പ്രോബ്ലം എന്ന് നമുക്ക് നോക്കാം. The issue related to society and human relationships such as poverty, unemployment, inequality and crime. They affect, എവിടെ എഫക്റ്റ് ചെയ്യുക? അതൊക്കെ സോഷ്യൽ ലൈഫ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, സെക്യൂരിറ്റി ആൻഡ് ദി വെൽബീങ് ഓഫ് പീപ്പിൾ. ഇവിടെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അസമത്വം, കുറ്റകൃത്യങ്ങൾ പോലുള്ള സാമൂഹികമായും മനുഷ്യബന്ധങ്ങളുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയാണ് നമ്മൾ സാമൂഹിക പ്രശ്നങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവ സാമൂഹിക ജീവിതത്തെയും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസെയും ജനങ്ങളുടെ ക്ഷേമത്തെയും അത് ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്താ ചെയ്യുക? ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ഇത്രയും ടോപ്പിക്സ് നന്നായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ നോട്ട് ലഭിക്കുക എങ്ങനെയാണെന്ന് അറിയാലോ. നമ്മുടെ ആ കമൻറ്റ് ബോക്സിൻ്റെ 2 ലിങ്ക് ഉണ്ടാവും. അതൊരു ലിങ്ക് എന്താണ്? ഒരു ലിങ്ക് ബൂസ്റ്റർ ബാച്ചിൻ്റെ ലിങ്കാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ആ ഗൂഗിൾ ഫോം ജസ്റ്റ് ഫിൽ ചെയ്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾ 199 അടച്ചാൽ മാത്രം മതി. എന്നിട്ട് നിങ്ങളുടെ അഡ്മിഷൻ എന്ത് ചെയ്യുക? ബുക്ക് ചെയ്യുക. രണ്ടാമത്തെ ലിങ്ക് എന്താണ്? നമ്മുടെ +1 ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നമ്മൾ ഇപ്പോൾ എടുത്ത നോട്ട്സ് ആയിക്കോട്ടെ ഓരോ വിഷയങ്ങളുടെ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മാത്രമല്ല ലൈവ് ലിങ്കും മൈക്രോബിറ്റും അതുപോലെ തന്നെ ഒരു ഡെയിലി ഒരു സ്റ്റഡി പ്ലാനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ദെൻ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.